നാം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാത്തിരിപ്പ് കവർന്നെടുക്കുന്നത് സമയമല്ല സാധ്യതകളെയാണ്. എഴുന്നേൽക്കാത്തവന് സൂര്യോദയം കാണാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഇന്നലകൾ നിങ്ങളെ നിർവചിക്കട്ടെ, നിങ്ങളുടെ ഇന്ന് നിങ്ങളെ നിർമ്മിക്കട്ടെ. ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളുടെ ഇന്നലകൾ നിങ്ങളെ നിർവചിക്കട്ടെ, നിങ്ങളുടെ ഇന്ന് നിങ്ങളെ നിർമ്മിക്കട്ടെ. ക്ലേശകരമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലേശകരമെന്ന് വിചാരിക്കുന്ന കൃത്യങ്ങൾ തുടങ്ങുവാൻ നമുക്കെല്ലാവർക്കും ഒരു വൈമുഖ്യമുണ്ട്. എളുപ്പമുള്ളതും സുഖം പകരുന്നതുമായ കാര്യങ്ങളാണെങ്കിൽ ഒരു താമസവുമില്ലാതെ നാം തുടങ്ങുകയും ചെയ്യും. ശാശ്വതമായ ഗുണം ചെയ്യുന്നത് മിക്കപ്പോഴും ആദ്യം ബുദ്ധിമുട്ടിക്കുന്ന കാര്യമായിരിക്കും. ടൈം മാനേജ്മെൻറ്റ് വിദഗ്ധർ പറയാറുണ്ട്, ചെയ്തു തീർക്കാനുള്ള കൃത്യങ്ങൾ ക്ലേശത്തിൻ്റെ ക്രമത്തിലടുക്കി ഏറ്റവും ക്ലേശകരമായവ ആദ്യം ചെയ്യണമെന്ന്. ശരിയാണ്. ഒരു കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കാത്തയാൾ ഏറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുമെന്ന് സ്പാനിഷ് ചിന്തകനായിരുന്ന ബെൽറ്റസാർ ഗ്രേഷ്യൻ പറയുന്നുണ്ട്. മടി. എന്താണ് മടി? നമുക്കൊന്ന് ചിന്തിക്കാം. അലസതയും അത് മറികടക്കാനുള്ള വഴികളും, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയോ ചെയ്യുന്ന സ്വഭാവമാണ് നാം മടി അഥവാ അലസത എന്ന് പറയുന്നത്. പ്രസിദ്ധ ഫ്രഞ്ച് എഴുത്തുകാരനായ ജൂൾസ് റെനാൾഡിൻ്റെ അഭിപ്രായത്തിൽ ക്ഷീണിതരാകുന്നതിന് മുമ്പ് വിശ്രമിക്കുന്ന ശീലമാണ് അലസത. ഏതൊരാൾക്കും വിശ്രമം ആവശ്യമാണ്. എന്നാൽ ഒരു ജോലിയും ചെയ്യാതെ എപ്പോഴും വിശ്രമിക്കണമെന്നുള്ള ചിന്തയാണ് മടിയായി മാറുന്നത്. പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കുറച്ചുകൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ മെച്ചപ്പെട്ട ഫലമുണ്ടായേനെ, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഫലം ലഭിച്ചേനെ എന്ന്. എന്നാൽ ഈ ചിന്ത പരാജയം സംഭവിച്ചതിനു ശേഷം മാത്രമാണ് വരുന്നത് എന്നതാണ് സത്യം. മടി നമ്മുടെ വിലപ്പെട്ട സമയവും അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്നു എന്നത് ഒരു നഗ്ന സത്യമാണ്. പ്രശസ്ത അമേരിക്കൻ ഹാസ്യ സാഹിത്യകാരനായ മാർക്ക് ട്വെയിൻ പറഞ്ഞത് ഒന്ന് കേൾക്കാം. The secret of getting ahead is getting started. The secret of getting started is breaking your complex, overwhelming tasks into small, manageable tasks and then starting on the first one. ഭാരിച്ച കൃത്യങ്ങൾ കഷ്ണങ്ങളായി മുറിച്ചു നുറുക്കി ആദ്യ കഷ്ണത്തിൽ തുടങ്ങുക എന്നതാണ് ഇതിൻ്റെ സാരം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ പ്രിയ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ടുഡേ. ആ ടുഡേ എന്നതിൻ്റെ ഒരു എക്സ്പാൻഷനാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. T, this is an. O, opportunity. D, do. A work better than. Y, yesterday. That means today എന്ന് പറഞ്ഞാൽ this is an opportunity to do a work better than yesterday. This is an opportunity to do a work better than yesterday.